അൽഹംദുലില്ലാഹ് സ്വലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹിൽ ഫായിസീന ബില്ലാഹി അമ്മാ ബഅദ്. അപ്പോൾ ഈ മയ്യത്ത് കുളിപ്പിക്കുകയാണ് വേണ്ടത്. സാഹിബിൻ്റെ ജ്യേഷ്ഠൻ ജബ്ബാർക്ക് അവിടെ നമ്മളെ ക്ലാസ്സിൽ സ്ഥലം പങ്കെടുക്കലുള്ളതാണ്. കാലിൻ്റെ മുന്നിലെന്തോ വേദന വന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിപൂർണമായ ശിഫ നൽകി അനുഗ്രഹിക്കുന്നതാണ്. എല്ലാവർക്കും നോമ്പിൻ്റെ മുന്നൊരുക്കം പള്ളികളിൽ നിന്നും മറ്റ് ക്ലാസ്സുകളിൽ നിന്നൊക്കെ കിട്ടുന്നുണ്ടാവും. അതുകൊണ്ട് തൽക്കാലം ഈ വിഷയം തീർക്കേണ്ടതുള്ളതുകൊണ്ട് ഇവയെ പറഞ്ഞ് അവസാനിപ്പിക്കാം. നമ്മൾ പറഞ്ഞ് നിർത്തിയിടത്ത് നിന്ന് തുടങ്ങിയാൽ ഇനി കുളിപ്പിക്കുകയാണ് വേണ്ടത്. ഏതൊക്കെ മയ്യത്തുകളാണ് കുളിപ്പിക്കേണ്ടത്, ആരൊക്കെയാണ് കുളിപ്പിക്കേണ്ടതില്ലാത്തതെന്നൊക്കെ നമ്മൾ ക്ലാസ് കഴിഞ്ഞു. ഇതിൻ്റെ പല ചരിത്രങ്ങളോ മറ്റ് വിശദാംശങ്ങളിലേക്ക് പോകാതെ വേഗം പറഞ്ഞു തീർക്കാം. തഅമീമു ബദനിഹി മറത്തൻ ബിൽ മാഇ. അത്രയുള്ളൂ. ഫർദ് വീടാൻ ഏറ്റവും ചുരുങ്ങിയത് മയ്യത്തിൻ്റെ ദേഹമാസകലം ഒരു പ്രാവശ്യം വെള്ളം കോരി ഒഴിച്ചാൽ മതിയെന്ന്. ഇനി വളരെ പ്രിയപ്പെട്ട ആരെങ്കിലും മരണപ്പെടുമ്പോൾ എനിക്കതറിയില്ല എന്ന് പറഞ്ഞ ആരും മാറി നിൽക്കേണ്ടതില്ല. ഫർദ് വീടാൻ എത്ര മതി? തഅമീമു ബദനിഹി മറത്തൻ ബിൽ മാഇ. മയ്യത്തിൻ്റെ ശരീരമാസകലം ഒറ്റ പ്രാവശ്യം വെള്ളം കോരി ഒഴിച്ചാൽ ഫർദ് വീടുന്നതാണ്. ആരും ബേജാറാണ്. അപ്പോൾ ശരീരത്തിൽ മൊത്തം അതിൻ്റെ ബാഹ്യമായ സ്ഥലങ്ങളിലൊക്കെ വെള്ളം കോരി വയ്ക്കണം. ഒരാളെ സുന്നത്ത് കർമ്മം നടന്നിട്ടില്ല എന്ന് വെക്കുക. എന്നാൽ അത് നടക്കേണ്ടതായതിനാൽ ആ മുറിച്ച് കളയുന്ന ചർമ്മത്തിൻ്റെ ആ ലിംഗാഗ്ര ചർമ്മത്തിൻ്റെ ഉള്ളിലേക്ക് കൂടി വെള്ളം ചേർക്കേണ്ടി വരും. വഇൻ തഅദ്ദറ, അത് ബുദ്ധിമുട്ടായാൽ യുമ്മിമ അൻഹു, ആ ഒരു സ്ഥലത്ത് വെള്ളം ചേർക്കാൻ പറ്റാത്തതിന് തയമ്മം ചെയ്യുകയാണ് വേണ്ടത്. അപ്പോൾ അത് മയ്യത്തിൻ്റെ ശരീരത്തിൽ മുറിവുണ്ടാക്കാൻ പറ്റാത്തത് കൊണ്ട് നമ്മൾ ബാക്കിയുള്ള സ്ഥലത്തൊക്കെ കുളിപ്പിച്ചിട്ട് ഈ ഒരു ലേശ സ്ഥലത്ത് വെള്ളം ചേരാത്തതിൻ്റെ പരിഹാരമായിട്ട് എന്ത് ചെയ്യുക? ഒരു തയമ്മം കൂടി ചെയ്യാം. തയമ്മം ചെയ്യേണ്ടത് എപ്പോഴും കയ്യിൽ മുഖത്തോട്. കാലുവേദന ഉണ്ടെങ്കിലും ഗുളിക കഴിക്കലും വയറ്റിലേക്കാന്ന് പറഞ്ഞാൽ മതിയാ. ഇതെപ്പോഴും ആവശ്യം വരല് 2 വയസ്സ് 3 വയസ്സ് ഒക്കെ ഉള്ള കുട്ടികൾ. ഇപ്പം പിന്നെ മിക്കവാറും ഒക്കെ ജനിച്ച് വീണ അധികം വൈകാതെ തന്നെ സുന്നത്ത് കഴിച്ചു പോകുന്നുണ്ട്. 5-10 വർഷം മുമ്പ് വരെയൊക്കെ ഒരു 5-6 വർഷമൊക്കെ ആയതിനു ശേഷം എന്ത് ചെയ്യാം? 6 വയസ്സ് 7 വയസ്സൊക്കെ ആകുമ്പോഴാണ് കുട്ടികളെ സുന്നത്ത് കർമ്മം നടത്തുക. അതിനിടയ്ക്ക് മരിച്ചാൽ ഈ മസാല നമുക്ക് ഓർമ്മ ഉണ്ടാവേണ്ടി വരും. സുന്നത്ത് കർമ്മം നടത്തുന്നതിന് മുമ്പ് മരിച്ച കുട്ടീൻ്റെ മയ്യത്ത് കുളിപ്പിച്ചാൽ ആ കുളി പൂർത്തിയാകാൻ ഒരു തേർമ്മം കൂടി വേണം. അതാണ് മസാല. പിന്നെ ഒരാൾ മുസ്ലിമായി പനാനി പോയി കാര്യങ്ങളൊക്കെ നടക്കുന്നതിന് മുമ്പ് അയാൾ മരിച്ചാലും ഈ മസാല ആവശ്യം വരും. ഇത് പഠിച്ചോളേ. വലാ തജിബു നിയ്യത്തു, നിയ്യത്ത് നിർബന്ധമില്ല. ഫി ഗുസ്ലിൽ മയ്യിത്തി, മയ്യത്ത് കുളിപ്പിക്കുമ്പോൾ. വലാ ഫി തയമ്മുമിഹി, മയ്യത്തിന് കുളിപ്പിക്കാൻ പറ്റാത്തതിൻ്റെ പേരിൽ തയമ്മം ചെയ്ത് കൊടുക്കുമ്പോഴും നിയ്യത്ത് നിർബന്ധമല്ല. ചില ആൾക്കാർ മയ്യത്ത് കുളിപ്പിക്കാൻ പോകാത്തതിൻ്റെ കാര്യം തന്നെ എനിക്കിപ്പോൾ അതിൻ്റെ നെയ്യത്തൊന്നും അറിയില്ല. ഇതിന്
നെയ്യത്തിന് എന്തില്ല, നിർബന്ധമില്ല. ബൽ തുന്തവും സുന്നത്തുണ്ട്. എന്താ സുന്നത്തായ നെയ്യത്ത്? ഫയൻവി അദാഅൽ ഗുസ്ലി അനിൽ മയ്യിത്തി, ഈ മയ്യത്തിന്റെ കുളി ഞാൻ കുളിപ്പിച്ചു കൊടുക്കുന്നു. ഔ അല്ലെങ്കിൽ ഇസ്തിബാഹത്ത സ്വലാത്തി അലൈഹി, ഈ മയ്യത്തിന്റെ മേൽ ഞാൻ നിസ്കാരം ഹലാലാക്കി കൊടുക്കുന്നു. ഈ നിയ്യത്ത് തന്നെ നിർബന്ധമില്ല. പക്ഷേ മയ്യത്തിന് വുളു എടുപ്പിച്ചു കൊടുക്കൽ സുന്നത്തുണ്ട്. ആ സുന്നത്തായ വുളു എടുപ്പിച്ചു കൊടുക്കുന്നതിന് നിയ്യത്ത് നിർബന്ധമാണ്. മയ്യത്ത് കുളിപ്പിക്കുന്നതിന് എന്തില്ല, നിയ്യത്ത് നിർബന്ധം ഇല്ല. അപ്പൊ നിങ്ങൾ രണ്ട് കാര്യം പഠിച്ചു. ചില ആൾക്കാർ എനിക്ക് അതിന്റെ നിയ്യത്തൊന്നും അറിയില്ല എന്ന് പറഞ്ഞ് മാറി വെക്കും. ഇതിന് നിയ്യത്തിന്റെ നിർബന്ധം ഇല്ല. മറ്റൊന്നും ഏത് കുളിപ്പിക്കലും എനിക്ക് കൃത്യമായിട്ട് അറിയില്ല എന്ന് പറഞ്ഞിട്ട് മാറി വെക്കും. അവർക്കുള്ള ഡോസാണ് ഏറ്റവും ചുരുങ്ങിയ കുളി എന്ന് പറഞ്ഞാൽ ദേഹമാസകൾ ഒരു പ്രാവശ്യം വെള്ളം കോരി വെച്ചാൽ തന്നെ പറന്ന് വീടും. ആരും മാറി നിൽക്കണ്ട. ഇനി നമ്മുടെ പ്രിയപ്പെട്ടവര് അഭിനന്ദരായ മാതാപിതാക്കളോ മറ്റൊക്കെ എന്നേക്കുമായി വിട പറയുമ്പോൾ നമ്മൾ അവരെ കുളിപ്പിക്കുന്നത് അതിൻ്റെ പരിപൂർണമായ രീതിയിൽ തന്നെ കുളിപ്പിക്കണം. അതുകൊണ്ട് ഇനി പറയാൻ പോകുന്നത്, നമ്മളെ കയ്യിലൊരു മയ്യത്ത് കിട്ടിയാൽ അതിൻ്റെ പരിപൂർണമായ കുളിപ്പിക്കുന്നതാണ് ഇനി പറയാൻ പോകുന്നത്. എങ്ങനെയാണ് പരിപൂർണമായ കുളി? നമ്മളൊക്കെ അങ്ങനെയാണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്, അങ്ങനെയാണ് ചെയ്യേണ്ടതും. നേരത്തെ പറഞ്ഞൊക്കെ എന്ന് പറഞ്ഞാൽ ബേജാറാവാതിരിക്കാൻ വേണ്ടി ഏറ്റവും ചുരുങ്ങിയത് തന്നെ കുഴപ്പത്തിലെന്ന് പറഞ്ഞോളൂ. ഇനി പരിപൂർണമായ കുളിയാണ് പറയുന്നത്, ശ്രദ്ധിച്ചോളൂ. മുസ്തൽഖിയൻ ഫീ ഖമീസിൻ റഖീഖിൻ അലാ നഹ്രി സരീരിൻ, ഒരു വിശാലതയുള്ള നേരിയ ഖമീസിട്ട് മൂടി ഒരു കട്ടിൽ പോലത്തതിൻ്റെ മേൽ മയ്യത്തിനെ കൊണ്ടുപോയി മലർത്തി കിടത്തുക. അങ്ങനെയാണല്ലോ പറയണേ. പറയുമ്പോൾ പറയട്ടെ, ആദ്യം മയ്യത്തെടുത്ത് ഇങ്ങനെ കിടത്തുക. ഫീ മഖാനിൻ ഖാലിൻ മസ്തൂരിൻ തഹ്ത സഖ്ഫിൻ, മുകൾ ഭാഗവും ചുറ്റുഭാഗവും മറച്ചിട്ടുള്ള ഒരു മക്കാനിൻ്റെ ഒരു സ്ഥലത്ത്. സാധാരണ നമ്മൾ വീട്ടിൻ്റെ ഉള്ളിൽ നിന്ന് റൂമെന്നാണെങ്കിൽ പ്രശ്നം പരിഹരിച്ചു, മോളും ചുറ്റുമൊക്കെ മാറിയിട്ടുണ്ടാവും, ഒരു റൂമ് വാരം കാണിച്ചാൽ മതി. അതല്ലെങ്കിൽ ആ വീടിൻ്റെ മുറ്റത്ത് എവിടെയെങ്കിലും പൊളിപ്പിക്കാൻ ചെയ്യും, ഒരു സൗകര്യം ചെയ്യും. ആ സൗകര്യം ചെയ്യുന്നിടത്ത് എന്ത് ചെയ്യണം, മുകളിൽ നിന്നും ചുറ്റുഭാഗത്തു നിന്നും മറഞ്ഞ ഒരു മറക്കുള്ളിലാണ് പൊളിപ്പിക്കേണ്ടത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു, കുളിപ്പിക്കാൻ തയ്യാറാക്കിയ സ്ഥലത്തേക്ക് മയ്യത്തെടുത്ത് മലർത്തി കിടത്തിയിട്ടോ. ഇനി അവിടെ ഇടയ്ക്കൊരു കാര്യം പറയാണ്, ഫലായതുഫുലുഹു, അങ്ങോട്ട് പ്രവേശിക്കരുത്. ഇല്ലൽ വലിയു, ഈ മയ്യത്തിന്റെ രക്ഷാധികാരി, വൽ ഖാസിലു, കുളിപ്പിക്കുന്ന കക്ഷി, വമൻ യുഈനുഹു, സഹായി, ഇവരല്ലാതെ വേറെ ആരും അങ്ങോട്ട് പ്രവേശിക്കരുത്. ഒരു മനുഷ്യൻ കുളിക്കിനോട് പോയി ഇങ്ങനെ എത്തി നോക്കാറുണ്ടാലും അതിനെക്കാട്ടിലും മോശപ്പെട്ട പണി എന്താണ്? എന്നാലും ചില ആൾക്കാർ എന്തൊരു കഥയത്. ഒരാൾ കുളിക്കല്ലേ, കുളിക്കിനോട് വാർത്ത നോക്കാൻ പാടുണ്ടോ? അതുപോലെ ചിന്തിക്കാതെ ആൾക്കാർ കിടന്നിട്ട് ചെയ്യും. അതേപോലെ ഏതോ ഒരു സ്ഥലത്ത് ഞാൻ കണ്ടു, ഈ മയ്യത്ത് കുളിപ്പിച്ച സ്ഥലം എന്ന് പറഞ്ഞാൽ വെള്ളം ഉണ്ടാവും, ചിലപ്പോൾ ദുർഗന്ധത്തിന് സാധ്യതയുണ്ട്, മലിനങ്ങളൊക്കെ ഉണ്ടാവും. ആ കുളിപ്പിച്ച സ്ഥലത്ത് അവിടെ കിടത്തിയിട്ട് ആൾക്കാരോടൊക്കെ അവിടെ പോയി കണ്ടോളാൻ പറയും. എന്നിട്ട് ഈ ജനങ്ങളൊക്കെ ഇങ്ങനെ കുളിപ്പിച്ച വെള്ളം ചവിട്ടിട്ട് ഇങ്ങനെ പോയിട്ട് കാണാം. എന്താ ഈ തലയിൽ മനുഷ്യൻ തലയൊന്നും ഇല്ലാത്തതാണ്. അവിടുന്ന് ആ മയ്യത്തെ എടുത്ത് വൃത്തിയായിട്ട് കഫൻ ചെയ്യലൊക്കെ കഴിഞ്ഞ് മുഖം മാത്രം തുറന്ന് എല്ലാവർക്കും പെട്ടെന്ന് കാണാൻ പറ്റുന്ന സ്ഥലത്ത് വെച്ചാൽ പോലെ ഈ കുളിപ്പുരയ്ക്ക് മയ്യത്ത് കാണാൻ ആൾക്കാരെ വിളിക്കാൻ എന്തിനാ? ഏതോ ഒരു സ്ഥലത്ത് ഞാൻ അങ്ങനെ കണ്ടു, അത് പ്രോത്സാഹിപ്പിച്ചോളാം. ആൾക്കാരൊക്കെ പറഞ്ഞോളൂ, എന്താണെന്നറിയാം,
അവിടുന്ന് പോയി കുളിപ്പിച്ച സ്ഥലമല്ലേ, എന്തെങ്കിലും ഒരു ദുർഗന്ധം ഉണ്ടായാൽ ആൾക്കാർ മുഴുവൻ ആ മനുഷ്യനെ പറ്റിയിട്ടൊരു അയാൾക്കുള്ള അഭിമാനത്തിൽ ബാധിക്കുന്നത്. അത് ആ മരിച്ചെടുക്കുന്ന മനുഷ്യന്റെ അഭിമാനത്തെയാണ് ബാധിക്കുക. ചെയ്യരുത്. ഇരിക്കട്ടെ. അപ്പോൾ നമ്മൾ കിടത്തി ആരൊക്കെയാണ് ആ റൂമിലേക്ക് ആർക്കൊക്കെയാണ് പ്രവേശനം എന്ന് പറയും. എനിക്ക് മുറിക്കൂടെ ഫസ്റ്റ് നടപടി യുജ്ലിസുഹൂന്നാണ്. മയ്യത്തിനെ ഇരുത്താണ് ചെയ്തത്. ഒളിപ്പിക്കൽ ആളും സഹായം ഒക്കെ കൂടി മയ്യത്തിന് എന്ത് ചെയ്യണം? ഇരുത്തണം. ഇരുത്താൻ എങ്ങനെയാണത്? ഈ വിരല് ഇവിടെ ഒരു കുഴിയുണ്ട്, ആ കുഴിയിലേക്കാണ്ട് വെച്ചിട്ട് ഇവിടേക്ക് ഇങ്ങനെ ചാരി അയാളെ മുട്ടക്കാലിൻ്റെയും കൂടി ഹെൽപ്പോട് കൂടിയാണ് മയ്യത്തിനെ ഇരുത്തുക. അങ്ങനെ ഇരുത്തി. അപ്പോൾ ഒരു കൈ പണയത്തിലായിപ്പോ അല്ലേ, ഇയാളെ ഇരുത്താൻ വേണ്ടി ഇങ്ങനെ പിടിച്ചിരിക്കല്ലേ. മനസ്സിലായോ? മയ്യത്തിനെ ഇരുത്തിയാൽ നമ്മള് ഈ കൈ, ഈ ഇടത്തെ കൈ അവിടെ ഇല്ലേ, ആ മയ്യത്തിന്റെ വയറ്റുമലി ഇടത്തെ കൈ കൊണ്ട് തടവണം. എന്തിനാണ്? എന്തെങ്കിലും സാധനങ്ങൾ അകത്ത് കെട്ടിക്കിടക്കുന്നുണ്ടെങ്കിൽ അത് പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ടാണ്. കുളി പരിപാടിയൊക്കെ കഴിഞ്ഞ് നമ്മൾ മയ്യത്ത് അവിടുന്ന് കുളിപ്പുരയിൽ നിന്ന് ഇങ്ങോട്ട് എടുത്തു വെച്ച് പൊതിയാൻ തുടങ്ങുന്ന നേരം മലമോ മൂത്രമോ പുറത്തേക്ക് വന്നാൽ ഇതിലുണ്ടായില്ലേ. അപ്പോൾ അതിന് വേണ്ടി ആദ്യം തന്നെ നന്നായിട്ട് എന്ത് ചെയ്യുക, കൈകൊണ്ട് കുറച്ച് ബലമായിട്ട് വയറ് കണ്ട് തടവുക. അല്ല കുടവയറൊക്കെ ഉണ്ടെങ്കിൽ പ്രത്യേകിച്ച് ശരിക്കും കണ്ട് തടവുക. അപ്പം എന്ത് ചെയ്യും? എന്തെങ്കിലും സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പുറത്തേക്ക് പോയിക്കോളും. ആ തടവരി കഴിഞ്ഞിട്ട് ഒന്ന് ഇങ്ങനെ നമ്മൾ ചാരി ഇങ്ങനെ ഇരുത്തി കൊടുത്തുനിന്ന് ഇങ്ങനെ മലർത്തിയാട്ട് കിടത്തുക. സുമ്മ യുനല്ലിഫു ബിയുസ്റാഹു സൗഅത്തൈഹി. കിടത്തിയതിൻ്റെ ശേഷം ഇയാളെ ഈ കുളിപ്പിക്കുന്നവന്റെ ഇടത്തെ കൈകൊണ്ട് ഈ മയ്യത്തിന്റെ മുന്നും പിന്നും വൃത്തിയാക്കി കൊടുക്കുക. അങ്ങനെ വൃത്തിയാക്കി കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കണം, ഈ ഇടത്തെ കൈകൊണ്ട് ഇയാളുടെ മുന്നും പിന്നും വൃത്തിയാക്കുമ്പോൾ ശീല ചുറ്റിയിട്ടുണ്ടാകണം കൈക്ക് എന്നാണ് പറയുന്നത്. മനസ്സിലായേ? ഡയറക്റ്റ് മയ്യത്തിന് അവിടെ ഒന്നും കൈകൊണ്ട് സ്പർശിക്കാൻ പാടില്ല. അപ്പൊ കൈമേൽ എന്ത് ചെയ്യുക? ശീല ചുറ്റുക. ആ ശീല ചുറ്റാന്നാണ് കിതാബിൽ പറഞ്ഞെങ്കിൽ ഇന്നിപ്പോൾ നമുക്ക് ഗ്ലൗസ് വാങ്ങാൻ കിട്ടുമല്ലോ, അത് മതി, അതിന് പ്രശ്നമൊന്നുമില്ല. കയ്യിൽ ഓരോന്നിങ്ങനെ മാറ്റി മാറ്റി ഇടാൻ നല്ല എളുപ്പമുണ്ടാവും. അപ്പോ ഇത് പഠിക്കാൻ വേണ്ടിയിട്ട് ആവർത്തിച്ച് പറയണത്, ഇരുത്തി തടവി കിടത്തി അയാൾക്ക് ശൗച്യം ചെയ്തു കൊടുത്തു. ഇനി അപ്പൊ ഈ കഴിഞ്ഞിട്ട് ഈ ഗ്ലൗസ് മാറ്റാം. കിതാബിൽ പറയുന്നത് ഈ ശീല അഴിച്ചു മാറ്റിയതിന്റെ ശേഷം സബ്ബാബത്തന്നെ ചൂണ്ടുവരലാണ്. ചൂണ്ടുവരല് കൊണ്ട് അസ്നാലഹു പല്ല് തേച്ചു കൊടുക്കുക മയ്യത്തിന്. അപ്പൊ മയ്യത്തിന്റെ പല്ല് ഇങ്ങനെ കടിപെട്ട് കിടക്കുകയാണെങ്കിൽ ഒതുപ്പിച്ചു കൊടുക്കുമ്പോഴോ പല്ല് വെക്കുമ്പോഴോ ഒന്നും എന്ത് ചെയ്യാൻ പാടില്ല, ആ കടി പിടിപ്പിക്കാൻ പാടില്ല. മനസ്സിലായില്ലേ? അങ്ങനെ കിടക്കുകയാണെങ്കിൽ അങ്ങനെ കിടന്നോട്ടെ, അത് പിടിപ്പിക്കാൻ പാടില്ല. അപ്പോ മയ്യത്തിന്റെ പല്ല് തേച്ച് കൊടുക്കുകയാണ്. നമ്മളിപ്പോ കുളിപ്പിച്ചു തുടങ്ങിയില്ല, അതൊക്കെയാണ് ആദ്യം ചെയ്യേണ്ടത്. ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് കുളിപ്പിക്കൽ കേട്ടോ. അത് ആൾക്കാർക്ക് അത് അറിഞ്ഞുണ്ടെങ്കിൽ മനസ്സിലാക്കാം. ഈ പല്ല് തേച്ച് കൊടുക്കുക എന്നുള്ളത് നേരത്തെ നമ്മൾ പറഞ്ഞ ശൗച്യം ചെയ്യുന്ന സമയത്ത് കയ്യിലുണ്ടായിരുന്ന ശീലം മാറ്റി കൈ കഴുകി പുതിയ ഒരു ശീല ചുറ്റിയതിൻ്റെ ശേഷമാണ് എന്ത് ചെയ്യേണ്ടത്? ഇവല്ലേ ചുറ്റിട്ട്. പിന്നെ ഇടത്തെ കയ്യിൻ്റെ ഹിൻസർ എന്ന് പറഞ്ഞാൽ ഈ വിരലാണ്. ഇപ്പൊ വലിയ കാലം ഉപയോഗിച്ചത് ഈ വിരലാണ്. ഇനി ഹിൻസർ
ഈ ഹിൻസർ കൊണ്ട് മൻഖിറൈഹി മയ്യത്തിന്റെ 2 മൂക്കിന്റെ ദ്വാരങ്ങളിൽ ഈ വിരൽ പ്രവേശിപ്പിച്ചിട്ട് ക്ലീൻ ചെയ്ത് കൊടുക്കുക. വബിഊദിൻ ലയ്യിനിൻ മാ തഹത ഔഫാരിഹി കൈയിൻ്റെയും കാലിൻ്റെയും നഖത്തിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും അഴുക്കുകൾ ഉണ്ടെങ്കിൽ ഊദ് നെയ്യൻ വളരെ ലോലമായ എന്തെങ്കിലും ഒരു ഈർക്കിൾ പോലെയുള്ളത് കൊണ്ട് തോണ്ടി അത് പറഞ്ഞു കൊടുക്കുക. അപ്പോൾ മലബാറിലൊക്കെ എൻ്റെ ചെറുപ്പത്തിൽ ഞാൻ കണ്ടിട്ടുണ്ട്, മയ്യത്ത് കുളിപ്പിക്കാനുള്ള ആൾക്കാർ ആ കുളിപ്പിക്കുന്നിടത്തൊക്കെ പോകുമ്പോൾ അവരെ കയ്യിലൊക്കെ ഉണ്ടാവും സോപ്പ്, താളി, പിന്നെ ഈർക്കിള്, തുണി കഷ്ണങ്ങൾ, ഇതൊക്കെ റെഡിയാക്കിയിട്ടാണ് ഒക്കെ ഓക്കെ എന്ന് പറയുമ്പോൾ മയ്യത്തുകൾ എടുത്ത് കൊണ്ടുവന്ന് വെച്ച് കൊടുക്കലായിരുന്നു. ഈ ഈർക്കിളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു, എന്തിനാന്ന് ഇപ്പോഴാണ് മനസ്സിലായത്. അത് ഓരോന്നിൻ്റെ സമയത്ത് നമുക്ക് ഇങ്ങനെ പറയാൻ പറ്റും, അതെടുത്തോ ഇതെടുത്തോ എന്ന് പറയാൻ പറ്റുമോ. അപ്പം എല്ലാം റെഡിയാക്കി വെച്ചതിന് ശേഷം മയ്യത്തെടുത്തോണ്ട് ഉപയോഗിച്ചാൽ വഴിക്ക് വഴി കാര്യങ്ങൾ ചെയ്യാം. അപ്പം എന്ത് ചെയ്തു, ആദ്യം ഇടത്തെ കൈ കൊണ്ട് ശൗചം ചെയ്തു കൊടുത്തു. പിന്നെ ആ ശീല മാറ്റി കൈ കഴുകി വേറെ ശീല ഇട്ടു, അല്ലെങ്കിൽ ഗ്ലൗസ് ഇട്ടു. എന്നിട്ട് ചൂണ്ടുവിരൽ കൊണ്ട് ഇടത്തെ കൈയിൻ്റെ ചൂണ്ടുവിരൽ കൊണ്ട് പല്ല് തേച്ച് കൊടുത്തു. ഇടത്തെ കൈയിൻ്റെ ചെറുവിരൽ കൊണ്ട് മൂക്ക് വൃത്തിയാക്കി. വേറെ ഒരു ചെറിയ കോല് കൊണ്ട് ഈർക്കളോ മറ്റോ എടുത്തിട്ട് അയാളുടെ നഖത്തിൻ്റെ അടിഭാഗവും ഒക്കെ അതെല്ലാം വൃത്തിയാക്കി. ഇത്രയായിട്ടോ. ഇനി കുളി തുടങ്ങിയിട്ടില്ലേ. സുമ്മ ഇത്രയും ചെയ്ത ശേഷം ഈ മയ്യത്തിന് ഒതുപ്പിച്ചു കൊടുക്കണം. കുളിച്ച് കഴിഞ്ഞിട്ടല്ലേ? അല്ല, കുളിയുടെ മുമ്പ് അവതർക്കുണ്ട്. ഇനിയിപ്പോൾ ഹയാത്തുള്ള പോകുന്നവർക്കും നമ്മൾ ജനാപത്തിൻ്റെ കാര്യം കുളിക്കുകയാണെങ്കിൽ ഹയാത്തുള്ളപ്പോഴാണെങ്കിലും കുളി തുടങ്ങണമെങ്കിൽ മുമ്പാണ് എന്ത് ചെയ്യുക, ഒതുക്കുക. അപ്പോൾ കുളീൻ്റെ ഇടയിൽ മുറിഞ്ഞു പോലെ അത് മുറിഞ്ഞു പോകാതിരിക്കാനാണല്ലോ കുളീൻ്റെ സുന്നത്തുകൾ വിവരിച്ചെടുത്ത് കാണാം. പിന്നെ ഈ ശരീരത്തിലുള്ള ചെറിയ നജസ്സുകളോ മാലിന്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നീക്കുക. നമ്മുടെ മുഖ്യ ഭാഗത്ത് എന്തെങ്കിലും വഴുക്കുകൾ ഉണ്ടെങ്കിൽ അതൊക്കെ നീക്കിയതിൻ്റെ ശേഷമാണ് എന്ത് ചെയ്യുക, കുളിക്കാം. അപ്പം പിന്നെ കുളിക്കുന്ന സമയത്ത് ആളൊന്നും കൈകൊണ്ട് തൊടേണ്ട ആവശ്യം തന്നെ വരുന്നില്ല. എന്നിട്ട് ഊതെടുക്കുക. എന്നതുപോലെ മയ്യത്ത് കുളിപ്പിക്കുമ്പോഴും ശരിയായ കുളി ഇങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ മുമ്പ് ഈ പറഞ്ഞ കാര്യങ്ങൾ ചെയ്തതിന് ശേഷം അയാൾക്ക് ഉദർപ്പിച്ചു കൊടുക്കുക, ഉദർത്തു കൊടുക്കുക. ഉദർപ്പിച്ചു കൊടുക്കുക തന്നെ വായിലുള്ള കുപ്പിക്കലും മൂക്കിലുള്ള കഞ്ഞി ചുറ്റലും ഒക്കെ എങ്ങനെ പറ്റുമോ പറ്റും പോലെ ചെയ്യണം. പല്ലൊക്കെ കടിച്ചെടുക്കുകയാണെങ്കിൽ ആ കടി പിടിപ്പിക്കാൻ പാടില്ലെന്നേ പറഞ്ഞില്ലേ. അതേ സമയത്ത് ഇയാൾ വായിക്കകത്ത് എന്തെങ്കിലും നജസ് ഉണ്ടെങ്കിൽ ആ നജസ് കളയാൻ വേണ്ടിയിട്ട് കടി പിടിപ്പിക്കാം, അല്ലാതെ പിടിപ്പിക്കരുത്. ഇരിക്കട്ടെ, എവിടെ ഓത് പഠിപ്പിച്ച് കൊടുക്കുക. ആ ഓത് പഠിപ്പിച്ച് കൊടുക്കുക എന്ന് പറഞ്ഞാൽ വായിലുള്ള കുപ്പിക്കലും ഉണ്ട്. അപ്പം എങ്ങനെ മയ്യത്ത് ഇങ്ങനെ കിടക്കുമ്പോൾ അവളുടെ ഒരു ശങ്കര ഇങ്ങനെ ആക്കിയാൽ അങ്ങനെ പുറത്തേക്ക് കുഞ്ഞു അത്രേ ഉള്ളൂ. അത്ര തന്നെയുള്ളൂ. ഓതിപ്പിക്കുമ്പോൾ മയ്യത്തിൻ്റെ വായിലുള്ള കുപ്പിക്കാൻ പറഞ്ഞാൽ നമ്മൾ വായിലുള്ളാക്കിയിട്ട് മക്കളെന്ന് പറഞ്ഞാക്കോ, മയ്യത്തല്ലേ ആക്കൂല. അപ്പം ഇങ്ങനെ എന്ത് ചെയ്യുക, അത്രയേ ഉള്ളൂ. അത് മൂക്കിൽ ആ കൈകൊണ്ടൊന്നും ഇങ്ങനെ തൊട്ടാൽ അത് കഴിഞ്ഞു, അത്രേ ഉള്ളൂ. പക്ഷെ ഇതൊക്കെ പരമാവധി ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെ ചെയ്യാൻ പറ്റുന്നതുപോലുള്ള ഓർപ്പിച്ചു കൊടുക്കാനാണ്. ഇവിടെ എന്തുണ്ട്, നിയ്യത്ത് വേണം. ആ നിയ്യത്ത് എന്താണ്? കുളിന്റെ സുന്നത്തായ വുളു ഞാൻ ഉണ്ടാക്കി കൊടുക്കുന്നു, അത്ര നിയ്യത്തുള്ളൂ. ബേജാറാണ്. ഇനി സുമ്മ പിന്നെ ഈ മയ്യത്തിന്റെ തല കഴുകുക. ശേഷം ലഹ്യതഹു താടി കഴുകുക. എന്നിട്ട് അതിനെ ചീകി വെക്കുക. അപ്പോൾ നോക്കിങ്ങൾ നമ്മൾ സാധാരണഗതിയിൽ
കുളിയൊക്കെ കഴിഞ്ഞിട്ടില്ല തലയൊക്കെ ചീയൊക്കെ റെഡിയാക്കി. മയ്യത്തുമ്പോൾ അങ്ങനല്ല. മയ്യത്തിൻ്റെത് ഈ ഒതുണ്ടാക്കി കൊടുക്കലും കൂടി കഴിഞ്ഞതിന് ശേഷം പിന്നെ തല കഴുകുക, പിന്നെ താടി കഴുകുക, എന്നിട്ട് അത് നന്നായിട്ട് ചീകി വെക്കുക. ഈ ചീകി വെക്കുക എന്ന് പറയുന്നത് കാണാം. പല്ലുകൾ വിടർന്നു നിൽക്കുന്ന ചെറുപ്പുകൊണ്ടാണ് അത് ചെയ്യേണ്ടത്. വളരെ ലോലമായിട്ട് ചെയ്യണം. ഇൻ തലപ്പറ മുടിയൊക്കെ അങ്ങനെ ജട കുത്തി നിൽക്കുന്നുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി. അപ്പൊ ഈ മയ്യത്ത് ആണ് പെണ്ണൊക്കെ ഉണ്ടാവുമല്ലോ. മയ്യത്ത് പറഞ്ഞേ മുടിയൊക്കെ കൂടി എന്ത് ചെയ്തിരിക്കുന്നു, ഇങ്ങനെ കെട്ടിക്കുടുങ്ങി നിൽക്കുകയാണെങ്കിൽ മാത്രമേ ചെറുപ്പെടുത്തിട്ട് ഭാഗം വെച്ച് കൊടുക്കേണ്ട, ചീകി വെച്ച് കൊടുക്കേണ്ട കാര്യമുള്ളൂ. വൈല്ല അങ്ങനത്തെ പ്രശ്നമൊന്നും ഇല്ലെങ്കിൽ ഫലായുന്തവും തസ്രീഹവും ചീകി വെച്ച് കൊടുക്കൽ സുന്നത്തില്ല. ഇനി മുടിയൊക്കെ ജടകുത്തി നിൽക്കുന്ന ഒരവസ്ഥയിൽ ഒരു പല്ലുകൾ അകന്നു നിൽക്കുന്ന ചീർപ്പെടുത്തുകൊണ്ട് ചീകി വെക്കുകയായിരുന്നു. ആ സമയത്ത് ആ സമയത്ത് ഇങ്ങനെ ചീകി വെച്ചപ്പോ ഈ ചെറുപ്പ് വരെ മയ്യത്തിന്റെ മുടി കിട്ടും. എന്നാൽ എന്ത് ചെയ്യണം? ആ മുടികൾ ഈ കഫം കൂടെ വെയിലിടണം. വേറെ കഫം ചെയ്യുമ്പോൾ എന്തിനാണ്? ആ മുടിയും കൂടി കവറിലേക്ക് പോകാൻ വേണ്ടിയിട്ടാ. നമ്മള് പഠിച്ചിട്ട് ഇതൊക്കെ ചെയ്യുകയാണെങ്കിൽ എല്ലാം ബുദ്ധിയാവും. ഇന്നത്തെ ഈ സൗകര്യങ്ങളൊക്കെ ഉണ്ടായിട്ടും നമ്മളത് ശ്രദ്ധിക്കാതെ നമ്മളെ പ്രിയപ്പെട്ട ഒരാളെ അന്ത്യയാത്രയാക്കുമ്പോൾ അതിൻ്റെ കാര്യങ്ങൾ ശ്രദ്ധിക്കാതെ മയ്യത്തിന് മുടി കുറെ കുളിപ്പിച്ചെടുത്ത് കുറെ കഫം ചെയ്യുന്നിടത്ത് അതിനൊന്നും വരാൻ പാടില്ല. ആ മുടിയും ഇയാളോടൊപ്പം കവർ വെക്കപ്പെടേണ്ടതായതിനാൽ കുളിപ്പിക്കുമ്പോഴോ മുടി ചീകി വെക്കുമ്പോഴോ മറ്റോ കൊഴിഞ്ഞു വന്ന മുടി അതെടുത്ത് മാറ്റി വെച്ചിട്ട് ഈ മയ്യത്തിനെ വസ്ത്രത്തിൽ പൊതിയുമ്പോൾ അതിലേക്ക് ഇട്ടേക്കണോ. പിന്നെ നമ്മളെന്ത് ചെയ്തു? തലയും കഴുകി താടിയും പണിയും കഴിഞ്ഞു ചീകി വെക്കുകയും ചെയ്തു. അപ്പൊ ഈ ചീകി വെക്കുക എന്ന് പറഞ്ഞാൽ അത് അത്യാവശ്യമുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി എന്നും പറയും. ഇന്ന് നോക്കിക്കോളെ സുമ്മയസിലു. ഈ സുമ്മാണ് ഈ കിതാബിലൊക്കെ കാണുന്നത്. അതായത് ഓരോന്ന് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് അതാണ് സുമ്മ. പിന്നെ ഈ കഴുത്ത് മുതൽ പാദം വരെ വലതു ഭാഗം കഴുകുക. സുമ്മൽ ഐസർ പിന്നെ ഇടത് ഭാഗം കഴുകുക. സുമ്മ യുഹർരിഫുഹു ഇലൽ ഐസർ പിന്നെ ഈ മയ്യത്തിന് ഇങ്ങനെ ഇടത്തോട്ട് ചെരിച്ചിട്ട് പുറം ഭാഗത്തിന്റെ വലതു ഭാഗം കഴുകുക. പിന്നെ വലത്തോട്ട് ചെരിച്ചിട്ട് പുറത്തിന്റെ ഇടതു ഭാഗവും കഴുകുക. എല്ലാ സ്ഥലത്തും വരെ ഇപ്പൊ നമ്മള് മയ്യത്ത് കുളിപ്പിക്കുമ്പോ ഫസ്റ്റ് ഇങ്ങനെ വെള്ളം ഒഴിക്കുമ്പോ ഈ വലതു ഭാഗത്തു കൂടി വെള്ളം ഒഴിച്ചിട്ട് ആ സുന്നത്തൊക്കെ കിട്ടിക്കോട്ടെ. അത് കഴിഞ്ഞ് പിന്നെ ഇടതു ഭാഗം പിന്നെ ഇടത്തോട്ട് മറിച്ചാൽ പുറത്തിന്റെ വലതു ഭാഗം കിട്ടും. പുറത്തോട്ട് തിരിച്ചാൽ പുറം ഭാഗത്തിന്റെ ഇടതു ഭാഗവും കിട്ടും. അതാണ് അതിന്റെ വഴിക്ക് വഴി. പിന്നെ ഇതിലൊക്കെയും ഉപയോഗിക്കണം നഹവസിദരിൻ താളി. താളിയൊന്നും ഇല്ല അല്ലെ? പണ്ട് നമ്മളൊക്കെ കേട്ടില്ല താളിയത്. ഇവിടെയൊക്കെ എന്താ പറയാൻ എനിക്കറിയാം. താളി തന്നെയാണ്. അതൊക്കെ പോയി ഇപ്പൊ സോപ്പായി. എപ്പോഴാലും താളി ഉപയോഗിക്കോ? അതോടെ പറയണത് നഹവസിദരിൻ ഔ സാബൂനിൻ. സാബൂൻ അറബി വേടാണ്. അറബി കിതാബ് സാബൂൻ. സാബൂൻ എന്ന് പറഞ്ഞാൽ സോപ്പ്. അപ്പോ താളിയോ സോപ്പോ ഉപയോഗിക്കുക. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? വെള്ളം കൊണ്ട് നനച്ചു, സോപ്പിട്ടു അല്ലേ?
ഒരു വെള്ളം കോരി വെക്കലായേ. പിന്നെ വെള്ളം കോരി വെച്ചിട്ട് അതിനെന്ത് ചെയ്യണം? ആ സോപ്പ് കഴിഞ്ഞാൽ കളയണം. അപ്പൊ രണ്ടായി, രണ്ടു വട്ടായ. മൂന്നാമത് എന്ത് ചെയ്യുക? നല്ല തെളിഞ്ഞ വെള്ളം മൂർധാവ് മുതൽ പാദം വരെ ഒഴിക്കാം. ഇപ്പൊ എത്ര ഒഴിക്കലായി? മൂന്നായേ. നോക്കണേ, നമ്മുടെ കിതാബിന്റെ ശൈലി. ഇത് മൂന്നും കൂടുമ്പോൾ ഒരു കുളിപ്പിക്കലായി. മനസ്സിലായി? ഇത് മൂന്നും കൂടി എന്താണ്? ഒന്നാണ്. കണ്ടിയാളോട് ചോദിച്ചില്ലേ ഒന്നൊന്നെത്രയാണ് നമ്മള് വലിയ ഒന്നെന്ന് പറഞ്ഞത് പോലെ ഇത് മൂന്നും ചേർന്നിട്ട് ഒന്നാണ്. ഇപ്പൊ ഒരു ഗുളിയെ ഇനി ശ്രദ്ധിക്കുക. ഇതേപോലെ എന്ത് ചെയ്യണം? രണ്ടും മൂന്നും കുളിപ്പിക്കണം. അപ്പൊ ടോട്ടൽ എത്ര ഗുളി വരും? 9 ഗുളി വരും. ക്ലിക്കായില്ലേ? അതൊക്കെ മനസ്സിലാക്കുന്നുണ്ടോ? ഇല്ല. 9, അതായത് വെള്ളം സോപ്പിടുക, കഴുകുക, തെളിഞ്ഞ വെള്ളം ഒഴിക്കുക. 1 സോപ്പിടുക, കഴുകുക, കളഞ്ഞ വെള്ളം ഒഴിക്കുക. പാറയില് സോപ്പിടുക, കഴുകുക, കളഞ്ഞ വെള്ളം ഒഴിക്കുക. അപ്പൊ 9 ആയി. ഈ 9ഉം കൂടി എത്ര ഗുളിയായി? 3 പ്രാവശ്യം ആക്കൽ സുന്നത്താണല്ലോ, അതിന് വേണ്ടിയിട്ടാണ്. 9ഉം ചേരുമ്പോൾ 3 ആയി. ഇതിനെല്ലാം കൂടി 20 മിനിറ്റ് മാക്സിമം. അതിൽ കൂടുതൽ വേണ്ട. ജന്നത്തുൽ മുഅല്ലയിൽ ഒരിക്കലൊരു മയ്യത്ത് കുളിപ്പിച്ച് ഞാൻ ഓർക്കുന്നുണ്ട്. മക്കത്തെ ജന്നത്തുൽ മുഅല്ലയിൽ എത്ര വർഷം മുമ്പാണ്. തൃശ്ശൂരിലുള്ള ഒരാളായിരുന്നു മരിച്ചത്. ഞാൻ ഇവിടെ വരുന്നതിന് മുമ്പാണ്. 15 മിനിറ്റ് കൊണ്ട് കുളിപ്പിച്ച് കഫൻ ചെയ്ത് മയ്യത്ത് പുറത്തേക്ക് വന്നു. പിന്നെ അത് കയറ്റി കഴിഞ്ഞാൽ ഇങ്ങനെ എല്ലാം പൈപ്പുകളും കാര്യങ്ങളൊക്കെ റെഡിയാണ്. ഒരിക്കലും ആക്കിയാൽ മതി. നമ്മളാവുമ്പോൾ 20-25 മിനിറ്റ് മാക്സിമം. അതിൽ കൂടുതൽ മയ്യത്ത് കുളിപ്പിക്കാൻ വേണ്ടി എടുക്കാൻ പാടില്ല. വെറുതെ കൂന്നൊന്നും പറയണ്ട. ഇപ്പൊ അത് മനസ്സിലായി. ടോട്ടൽ 9 കുളി. അതായത് സോപ്പിട്ടത് എണ്ണത്ത് കൂട്ടൂല, സോപ്പ് നീക്കാൻ വേണ്ടി വെള്ളം ഒഴിച്ചതും എണ്ണത്ത് കൂട്ടൂല. കാരണം എന്താ? നമുക്കൊക്കെ അറിയാം, പൊതെടുക്കുമ്പോഴാണെങ്കിലും കുളിക്കുമ്പോഴാണെങ്കിലും വെള്ളത്തെ പകർച്ചയാക്കുന്നതൊന്നും എവിടെ ഉണ്ടായിക്കൂടാ? ശരീരത്തിൽ ഉണ്ടാവാൻ പറ്റൂല. അപ്പൊ ഒരു പെണ്ണ് അവളിങ്ങനെ മേക്കപ്പൊക്കെ ചെയ്ത് ഉള്ള പൗഡറൊക്കെ കൂടി മുഖത്തൊക്കെ വാരി തേച്ച് കൺമശയൊക്കെ എഴുതി ലിപ്സ്റ്റിക്കൊക്കെ ഇട്ട് ചില പെൺകുട്ടികളെ കാണാൻ നല്ല തക്കാളി പോലത്തെ മുഖമായിരിക്കും അള്ളാഹു കൊടുത്തിട്ടുണ്ടാകുക. ഇവളെ ഈ മേക്കപ്പൊക്കെ കഴിഞ്ഞ് ഇങ്ങോട്ട് ഇറങ്ങിയാൽ മുഖത്തേക്കാട് നോക്കിയാൽ കുമ്പളം പോലെ ഉണ്ടാവും. ഭംഗിയൊക്കെ പോയിട്ടുണ്ടാവും. അവിടെ ഇപ്പോ നിസ്കാരത്തെ ഹലാലാക്കാൻ വേണ്ടി പോകുന്ന ഭംഗിയാണ്. ഒറ്റ കഴുകലാട് കഴുകി ഈ മുഖത്തുള്ള പൗഡറെല്ലാം കൂടി കലക്കി ഒഴിച്ചാണ്ട് പോയി ചെയ്തു. അത് എണ്ണത്ത് കൂട്ടും. ആ കഴുകല് കൂട്ടൂല എന്നതുപോലെയാണ് ഈ പറഞ്ഞത്. ഈ സോപ്പ് ഇടാൻ വേണ്ടിയിട്ടുള്ള ആ വെള്ളം ഒഴിച്ചതും കൂട്ടൂല. ആ സോപ്പോ താളിയോ നീക്കാൻ വേണ്ടി വെള്ളം ഒഴിച്ചതും കൂട്ടൂല. മൂന്നാമത് തെളിഞ്ഞ വെള്ളം ഒഴിച്ചത് അത് എണ്ണത്തില് പെടും. അപ്പൊ 9 പ്രാവശ്യവും കൂടി എത്ര കുളിയാവും? 3 കുളിയാവും. അപ്പൊ പൂർണ്ണമായ കുളിപ്പിക്കലായി. പിന്നെന്താ വേണ്ടത്? ഇനി ഇതിനകത്ത് ബാക്കി നോക്കൂടെ. അതൊന്നും വായിച്ചോളൊന്നുമില്ല. ഈ പറഞ്ഞ 9 തവണയിലും ഒരല്പം കർപ്പൂരം ആ വെള്ളത്തിൽ ചേർക്കല് സുന്നത്താണ്. ഏറ്റവും അവസാനം ഒഴിക്കുന്ന വെള്ളത്തിൽ അത് മുഅക്കദായ ശക്തിയായ സുന്നത്താണ്. എന്ത്? കർപ്പൂരം. ഇവിടെയൊക്കെ അത് കുളിപ്പിക്കാൻ സെറ്റ് സാധനങ്ങൾ ഒന്നിച്ചിട്ട് പൈലുണ്ടാവും. കഴിഞ്ഞു. ഇപ്പം പരിപൂർണമായ കുളി. ഇനിയിപ്പോൾ ആർക്കാ കുളിപ്പിക്കാൻ കഴിയില്ലാത്ത ആർക്കുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ കുളിപ്പിച്ച ഒരാളുടെ കത്തിയിട്ട് ഒന്നുമില്ല. ഇതിന് ചില ആൾക്കാർ ജീവനുള്ള ഒരാളെ മരിച്ചതുപോലെ മയ്യത്താക്കി കിടത്തുക, അങ്ങനെ ഒരു സൈസ് നാടകം കളിക്കല്, അതിനൊന്നും കാര്യമില്ല. അല്ലാതെ മനസ്സിലായത് കിടത്തി ഇരുത്തി ഞാൻ കാണിച്ചേ
ഇങ്ങനെയാണ് മയ്യത്തിനെ ഈ കുളിപ്പിക്കുന്ന ആള്. ഈ വിരല് കുഴിയിലാവും, കുറച്ചുകൂടെ അതിന് വേണ്ടിയിട്ടാണ് ഇവിടെ ഒരു കുഴിയിലാക്കി. ആ കുഴിയിലേക്ക് ഈ വിരല് ഈ തള്ളവെള്ളമൊക്കെ വെച്ചിട്ട് ഈ കയ്യിൻ്റെ ഇതിലേക്ക് മുട്ടുകാലിനെ കൂടി സഹായത്തോടു കൂടി ആളെ ഇരുത്തി ഇടത്തെ കൈ കൊണ്ട് തടവി. ഇതാണ് ഫസ്റ്റ് പണി. ഈ തടവണ സമയത്ത് മയ്യത്ത് കുളിപ്പിക്കുന്നിടത്ത് കുന്തിരിക്കം പുകയ്ക്കൽ സുന്നത്താണ്. കുന്തിരിക്കുമ്പോൾ നല്ല സ്മെല്ല് കിട്ടുന്ന ചന്ദനത്തിരിയൊക്കെ എന്തിനാ? ഇതിങ്ങനെ വയറ്റുന്ന സാധനങ്ങൾ പുറത്തേക്ക് വരുമ്പോൾ അതിനൊരു സ്മെല്ല് ഉണ്ടാവും. അപ്പുറത്ത് ആൾക്കാർ ഇരിക്കുന്നുണ്ടാവും. ആ സ്മെല്ല് ഇങ്ങനെ ആൾക്കാർ മുക്കിലെത്തുമ്പോൾ അതൊക്കെ ഈ മയ്യത്തിന് എൻ്റെ അഭിമാനത്തിന് പ്രശ്നം ഉണ്ടാക്കി തരും. അപ്പോൾ കുളിപ്പുരയിൽ നിന്ന് എന്തെങ്കിലും ദുർഗന്ധം ഇങ്ങോട്ട് വരാതിരിക്കാൻ അതിനെ ഓവർടേക്ക് ചെയ്യണം പുറപ്പിക്കല്. അതിനാണ് കുന്തിരിക്കും പുകപ്പിക്കുന്നത്. വെള്ളം ധാരാളമായി സഹായി ആ സമയത്ത് ഒഴിച്ചു കൊടുക്കുക. ഇനി ഞാൻ പറയാൻ വിട്ടുപോയ സംഗതി, കുളിപ്പിക്കുന്നതാണ് ദൈവക്കുളിയെ. അത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. അതായത് ഹറാമാവും. കള്ളുടിക്കൽ ഹറാമാണ്. അതുപോലത്തെ ഒരു ഹറാമാണ് എന്ത്? നളറു ഔറത്തിഹി, മയ്യത്തിന്റെ ഔറത്തിലേക്ക് നോക്കല്. ഖറാത്തും കൂടിയല്ലേ ഹറാമാണ്. വമസ്സുഹാ, ഔറത്തുമ തൊടല്. ഇല്ലാ ബിഖിർഖത്തിൻ, ഗ്ലൗസോടുകൂടി കാലിൽ കൈക്ക് ശീല ചുറ്റിട്ടല്ലാതെ തൊടാൻ പാടില്ല. അപ്പോൾ ഔറത്തുമക്ക് നോക്കാനും പാടില്ല. എത്രത്തോളം അറിയോ? വയുന്തബു, സുന്നത്താണ്. അല്ല എന്നുള്ള ഖൈറൽ ഔറത്തി, ഔറത്തല്ലാത്തടത്തേക്ക് പോലും നോക്കാതിരിക്കല്. ഔറത്തല്ലാത്ത സ്ഥലത്തേക്കും കൂടി നോക്കാതിരിക്കലാണ് സുന്നത്ത്. ഇല്ല ഖദരി ഹാജത്തി, കുളിപ്പിക്കുന്ന സമയത്ത് ചില ആവശ്യം വരും. ആ ആവശ്യത്തിനല്ലാതെ മയ്യത്തുമൽക്ക് ഇങ്ങനെ നോക്കരുത്, പഠിച്ചു നോക്കണം. അതുപോലെ ഈ ഗ്ലൗസ് കയ്യിലില്ലാതെ മയ്യത്തുമ തൊടാനേ പാടില്ല. നമ്മൾ പറഞ്ഞില്ലേ, ഇടത്തോട്ട് തിരിച്ച് പുറം കഴുകുക, വലത്തോട്ട് തിരിച്ച് പുറം കഴുകുക എന്ന് പറഞ്ഞില്ലേ. അങ്ങനെ മയ്യത്തിന് നമ്മൾ തിരിക്കുമ്പോൾ മുഖം കുത്തി മയ്യത്ത് വീണ് പോകാതെ നോക്കണം. മനസ്സിലായി? മയ്യത്തിനെ പുറകെ കാലത്ത് കൊണ്ടാവും കമഴ്ത്തി കിടത്തിയാൽ പറ്റൂല. മുഖം കുത്തി മയ്യത്ത് വീണ് പോകാതെ പതുക്കെ ഇങ്ങോട്ട് ചെരിക്കുക, പുറം കഴുകുക, അങ്ങോട്ട് ചെരിക്കുക, ഇവിടെ കഴുകുക. ഇതിൽ ഒരു ബുദ്ധിമുട്ടില്ല. ഇത് ആർക്ക് വേണമെങ്കിൽ ചെയ്യാം. മാക്സിമം അരമണിക്കൂർ മയ്യത്തകെടുത്ത് വെക്കുക, ഇരുത്തുക, തടവുക, പുകയ്ക്കുക ഒക്കെ നമ്മൾ പറഞ്ഞു. ഇനി സുബ്ഹാനല്ലാഹ്, വേറെ എന്തെങ്കിലും മയ്യത്ത് കുളിപ്പിക്കലുമായി ബന്ധപ്പെട്ടിട്ട് ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, തീർക്കാം. മയ്യത്ത് കുളിയൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം വല്ല നജസും പുറത്തു വന്നാൽ അതിൻ്റെ മസാല വയ്ക്കാനുണ്ട്. ഓക്കെ, അതടുത്ത ക്ലാസ്സിൽ പറയാം. മൂന്ന് കുളിപ്പിക്കൽ. ബന്ധുമിത്രങ്ങളെന്നെ കുളിപ്പിച്ചു. കുളിപ്പിച്ചു കഴിഞ്ഞപ്പോ ഇയാളെ പൊതിയാനുള്ള കഫം പുടവ എവിടെ എന്ന് അന്വേഷിക്കുന്നു. അങ്ങനെ ഒരു സമയം എനിക്ക് വരാനുണ്ടല്ലോ എന്നൊരു മഹാൻ പാടിയതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ അവന്റെ പൊരുത്തപ്പെട്ടവരിലേക്ക് ചേർത്ത് തരുമാറാകട്ടെ. ഇനി മയ്യത്ത് കഫൻ ചെയ്യാം. മാസമൊക്കെ അടുത്ത വില്ലേജ് 6 മണിക്കല്ലേ, 5:07 ബാങ്ക് കൊടുത്താൽ ഒരു 20 മിനിറ്റ് കഴിഞ്ഞ് ജമാഅത്ത് തുടങ്ങുമ്പോൾ 5:30 ജമാഅത്ത് തുടങ്ങിയാൽ 5:45 തീരും. 6 മണിക്കൊക്കെ ചിലപ്പോൾ 6:10 നമുക്ക് എന്ത് ചെയ്യാം. അഥവാ എന്തായാലും എത്തിയിട്ടില്ലെങ്കിൽ 10 മിനിറ്റ് കാത്തിരിക്കാം. ഏതായാലും സമയം നേരത്തെ, സുബൈ നേരത്തെ ആയതുകൊണ്ട് ഇനി ഇങ്ങനെ വൈകിപ്പിക്കേണ്ട. 6 മണിന്ന് വിചാരിക്കാം. മദീനത്ത് ഒരു വീട്ടിൽ ഒരു സ്ത്രീ മരിച്ചപ്പോൾ അവിടെ മയ്യത്ത് കുളിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. കുറെ പെണ്ണുങ്ങളോട് മദീനത്താണ് ഇമാം മാലിക് റളിയല്ലാഹു അൻഹു ജീവിച്ചിരുന്ന സമയത്താണ്.
മയ്യത്ത് കുളിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. പെട്ടെന്ന് ആ കുളിപ്പിക്കുന്ന ആ റൂമെന്നൊരു ബഹളം. അതില് ആളുകൾ എന്താ പെണ്ണുങ്ങളെ പ്രശ്നം, മയ്യത്ത് കുളിപ്പിക്കുന്നത് എന്താ ബഹളം എന്ന് ചോദിച്ചു. അപ്പൊ കണ്ട കാഴ്ച ഭീകരമായിരുന്നു. അതും കൂടി അടുത്ത ക്ലാസ്സിൽ പറയാം. മയ്യത്ത് കുളിപ്പിക്കുക എന്താണ് സംഭവിച്ചത്, എന്തായിരുന്നു സംഭവം എന്നൊക്കെ പറയാം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. റഹ്മാനായ റബ്ബ് നേരത്തെ പറഞ്ഞ ബാർക്ക് ഉൾപ്പെടെയുള്ള രോഗികൾക്കെല്ലാം ശിഫ നൽകുമാറാകട്ടെ. പുണ്യ റമദാനിലേക്ക് പടച്ചോനെ നോമ്പനുഷ്ഠിക്കുവാനും രാത്രിയിലെ തറാവീഹും ഖുർആൻ പാരായണവും മറ്റു പുണ്യകർമ്മങ്ങളൊക്കെ ചെയ്യുവാനുള്ള തൗഫീഖോടുകൂടി ആരോഗ്യത്തോടുകൂടി നീ ഞങ്ങളെ എത്തിച്ചേരണേ അല്ലാഹ്. റമദാൻ കൊണ്ട് നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ട് സ്വർഗത്തിൽ കയറിപ്പറ്റുന്നവരിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണേ അല്ലാഹ്. ഞങ്ങളെല്ലാവരുടെയും ഹലാലായ ഉദ്ദേശങ്ങൾ പൂർത്തിയാക്കി തരണേ അല്ലാഹ്. പടച്ചോനെ ഞങ്ങളൊക്കെ ഇനി ജീവിച്ചത്രയും കൂടി ജീവിക്കാൻ മുന്നിൽ യാതൊരു സാധ്യതയും കാണാത്തവരാണ് കൂടുതലും ഈ സദസ്സിലുള്ളത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ മരിച്ചു കഴിയുമ്പോൾ അന്ത്യകർമ്മങ്ങളെല്ലാം ഭംഗിയായി നിർവഹിച്ചു തരാൻ പറ്റിയവരെ നീ നിശ്ചയിക്കണേ അല്ലാഹ്. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം വസ്സല്ലി അലാ ജമീഇൽ അൻബിയാ വൽ മുർസലീൻ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. മയ്യത്തിനെ കുളിപ്പിക്കൽ നിർബന്ധവും മയ്യത്ത് കുളിപ്പിച്ചവൻ കുളിക്കൽ സുന്നത്തുമാണ്. അതെന്ന് പറയേണ്ടതായിരുന്നു. ബിൽ മാഇൽ ബാരിദി, മയ്യത്ത് കുളിപ്പിക്കാൻ ഉപയോഗിക്കേണ്ടത് തണുത്ത വെള്ളമാണെന്ന് എല്ലാ കിതാബിലുണ്ട്. പിന്നെ മയ്യത്ത് മൊത്തം അഴുക്ക് പിടിച്ച് കിടക്കണ ഒരു മയ്യത്താന്ന് വിചാരിക്കുക. ഒക്കെ സംഭവിക്കാം. ഇയാളെ ശരീരത്തിൽ ഒട്ടാകെ അഴുക്കാണ്, വടക്കുണ്ടാവും കുളിച്ചിട്ട് അല്ലെങ്കിൽ ബന്ധുക്കൾ കുളിപ്പിച്ചിട്ട്. അപ്പൊ ആ കട്ട പിടിച്ച് കിടക്കുന്ന അഴുക്കുകൾ നീക്കാൻ ചുടുവെള്ളത്തിന്റെ ആവശ്യമുണ്ടെങ്കിൽ ചുടുവെള്ളം ഉപയോഗിക്കാം. അല്ലാത്ത പക്ഷം ചൂട് വെള്ളം ശരീരത്തിനെ പെട്ടെന്ന് ദുർബലമാക്കും. അതിനാൽ മയ്യത്ത് കുളിപ്പിക്കുവാൻ തണുത്ത വെള്ളമാണ് വേണ്ടതെന്ന് ഇപ്പൊ ഞാൻ എൻ്റെ കയ്യിലുള്ള ഈ കിതാബിൽ ഉൾപ്പെടെയൊക്കെ ഉണ്ട്. അത് പൊതുജന ധാരണയ്ക്ക് വിരുദ്ധമാണ്. നമ്മളൊക്കെ ഇന്ത്യയൊക്കെ നാട്ടിൽ ഇന്ത്യയൊക്കെ ചെറുപ്പത്തിൽ ഈ വിറക് തീരുന്ന പ്രതിഭാസത്തെ സംബന്ധിച്ച് ഉമ്മിച്ച് പറഞ്ഞാൽ കേട്ടിട്ടുണ്ട്. ഒരെണ്ണം ജീവൻ പോയാൽ പോലും ഇനിയിപ്പോൾ ഇവിടെ എന്താ ചെയ്യാ, വിറകില്ല വെള്ളം ചൂടാക്കാൻ. അപ്പൊ യഥാർത്ഥത്തിൽ വെള്ളം ചൂടാക്കിയാണ് മയ്യത്ത് കുളിപ്പിക്കേണ്ടത് എന്നത് ഒരു സാധാരണ പൊതുജന ധാരണ മാത്രമാണ്. തണുത്ത വെള്ളം കൊണ്ടാണ് കുളിപ്പിക്കേണ്ടത്. നിങ്ങൾ ആരും വെള്ളം ചൂടാക്കാൻ പോണ്ട. പിന്നെ എല്ലാ സ്ഥലത്തും ചൂടുവെള്ളമാണ്. അത് അങ്ങനെയല്ല. കാരണം എന്താ പറയുക, കാരണം തുഹ്ഫ ഉൾപ്പെടെയുള്ള പ്രമുഖ ഫിഖ്ഹി ഗ്രന്ഥങ്ങൾ അതിന്റെ കാരണം പറയുന്നത് തണുത്ത വെള്ളം മയ്യത്തിന്റെ ബോഡിയെ കുറച്ചുകൂടി എന്ത് ചെയ്യും, ബലപ്പെടുത്തും. ചുടുവെള്ളം അതിനെ പെട്ടെന്ന് ദുർബലമാക്കി കളയും. അപ്പൊ ചുടുവെള്ളം പറ്റില്ല എന്ന് വെച്ചാൽ അതാണ് കാരണം പറഞ്ഞത്. നിങ്ങളിപ്പോ ക്ലാസ് കേട്ട് പോയിട്ട് ഏതൊരു മരിച്ച വീട്ടിൽ പറഞ്ഞ ആൾക്കാരെ സമ്മതിക്കൂല. അതാണ് ഇതിനൊക്കെയുള്ള വലിയ പ്രശ്നം. ആൾക്കാർ സമ്മതിക്കൂല എന്നുള്ളത് പറയാം. അമ്മക്ക് അതിനകത്ത് അധികാരമുള്ള ചില സ്ഥലത്തല്ലേ അവിടെ നടപ്പിലാക്കുക. ഈ വയറിന്റെ മേലൊക്കെ തണുത്ത വെള്ളം വീണാല് അശുദ്ധിയൊക്കെ പോകും. ഇതേപോലെ തണുത്ത വെള്ളത്തിൽ വയറിന് വെറുതെ ചൂടുവെള്ളം ഒഴിച്ചാലും പച്ചവെള്ളം ഒഴിച്ചാലും അത് പോവില്ല. ഉണങ്ങി കൈ കൊണ്ട് തടവണം. ശരി, അതാണ് നമ്മൾ ആദ്യം തന്നെ ഇയാളെ ഇരുത്തിയൊന്ന് തടവിയത്. ഇനി ഈ മയ്യത്തിന്റെ ശരീരത്തിൽ നിന്ന് മാലിന്യങ്ങൾ നീക്കാൻ ആവശ്യമാണെങ്കിൽ ചൂടുവെള്ളം ഉപയോഗിക്കാന്ന് കിതാബിലുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ വിദഗ്ധനായ ഒരാൾ പറയാണ്, ഈ തടവണ സമയത്ത് കുറച്ച് ചൂടുള്ള വെള്ളം ഒഴിക്കുകയാണെങ്കിൽ പെട്ടെന്ന് പോയി കിട്ടും. ആയിക്കോട്ടെ, അതിന് വിരോധമില്ലാത്ത കിതാബിലൊക്കെ ഉണ്ട് ആവശ്യമുണ്ടെങ്കിൽ. പക്ഷേ
ഇയാളെങ്ങനെ ഇരുത്തിയിട്ട് തടവിയ സംഗതി പോകും. അങ്ങനെ പിടുത്തം വിട്ടുപോയി. പിടിച്ചു വെക്കാൻ ഇയാൾക്കതിന് കഴിയില്ല. വായിലേക്ക് ഒരു പ്രാണി കയറിയാൽ ആ പ്രാണി കയറുമ്പോൾ വായി കൂട്ടാൻ ഇയാൾക്ക് കഴിയില്ല. അതുകൊണ്ട് താഴ്ത്തലേക്ക് കിട്ടിയത്. കാരണം പിടുത്തം വിട്ടു. ഇനി പിടുത്തം വിട്ട സ്ത്രീക്ക് 2 ദ്വാരങ്ങളുണ്ട്. നമ്മൾ തലയിൽ കഴിഞ്ഞാൽ സാധനം പോകും. കടൽ വെള്ളം അത് ഉപയോഗിക്കാം. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഊതെടുക്കാനും കടൽ വെള്ളം പറ്റും. അതാ വെള്ളത്തിൽ നിലവിലുള്ളതാണ്. അതേ സമയത്ത് നമ്മൾ പുറമേ നിന്ന് ഒരു വെള്ളത്തിലേക്ക്, ഒരു ഗ്ലാസ് വെള്ളത്തിലേക്ക്, ഒരു പാത്രത്തിലെ വെള്ളത്തിലേക്ക് ഉപ്പിട്ടിട്ട് ശരിയാക്കിയാൽ പറ്റില്ല. കടലിലെ വെള്ളത്തിന് കുഴപ്പമില്ല. എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ചർച്ച ചെയ്ത് നോക്കാം. മതിയോ?